അറിയിക്കുകയാണ്. ഇവിടെ മറ്റൊരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്. ഗുരുവായൂർ പൈതൃകം ഭാരതത്തിൻ്റെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കൃതിയെ പ്രചരിപ്പിക്കുന്നതിൽ ഏറെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ തുള്ളൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വൈറലായിട്ട് ആരും എനിക്ക് അയച്ചിരിക്കുകയാണ്. ലൈവായിട്ടാണ് എന്തോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തുള്ളൽ നടത്തിയ അദ്ദേഹം തുള്ളൽ പ്രചരിപ്പിക്കുന്ന കലകളെ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. പിന്നെ ഇവരെല്ലാവരും ഗുരുവായൂർ പൈതൃകം പ്രവർത്തകരെ ഗുരുവായൂരിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഗുരുവായൂരത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സംസ്കൃതിയെ പ്രചരിപ്പിക്കുന്ന ഈ പൈതൃക കുടുംബം 2024 ഏപ്രിൽ 20 മുതൽ അവിടെ സപ്താഹയജ്ഞം നടത്താൻ പോവുകയാണ്. നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഒരു ക്ലോഷർ പ്രകാശനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ രചിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും. അതിൻ്റെ പ്രവർത്തകർ എല്ലാവരോടും എത്തിച്ചേർന്നിട്ട് ഒരു നല്ലൊരു കയ്യടി നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ അപ്പുറത്തോടെ സേവനഭാവത്തോടെ പ്രവർത്തിക്കുന്ന അവർക്ക് ഞങ്ങളെല്ലാവരുടെയും സഹായം വേണം, സഹകരണം വേണം. ഞങ്ങളെല്ലാവരെയും അവർ ക്ഷണിക്കും. ഗുരുവായൂരിലേക്ക് ഞങ്ങളെല്ലാവരും ഒത്തുകഴിയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം, മാറ്റിയെടുക്കണം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മാറ്റിയെടുക്കണം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചട്ടക്കൂട് നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. വേണോ വേണ്ടേ എത്ര പേർക്ക് അതിന് ഒരു തോന്നുന്നത് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഞാൻ പോകാമെന്നുള്ളത്. ഇത് മതി, ഇത്രയും ആൾക്കാർ മതി. നമ്മൾ വിചാരിച്ചാൽ തന്നെ കുറേ ആൾക്കാരുകൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് സാധിക്കട്ടെ. അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നു. സാവജി പറഞ്ഞതുപോലെ ഓർത്തുള്ള കലാകാരനായ മണലോജി നിങ്ങളോടൊപ്പമുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. പൈതൃകത്തിൻ്റെ കോർഡിനേറ്ററാണ് ശ്രീ രവിചന്ദ്രൻ. ഇദ്ദേഹം തീരെ സുഖമില്ലാതെ ശബ്ദമൊക്കെ പോയി. അതുകൊണ്ടാണ് അത് എന്നിൽ അത്യുതമായത്. ആ ചടങ്ങ് എനിക്കറിയാം. സ്വാമിജി, ഞങ്ങളിവിടെ വന്നത് ഗുരുവായൂരിൽ പൈതൃകം നടത്തുന്ന 2ാമത് സപ്താഹ മഹോത്സവത്തിൻ്റെ ക്ഷണം നിങ്ങളെ അറിയിക്കുന്നതിനാണ്. അടുത്ത ഏപ്രിൽ മാസം 21-ാം തീയതി മുതൽ ഗുരുവായൂർ മഞ്ജുളാലിന് അടുത്തുള്ള പ്രിയദർശിനി ടൗൺ ഹാളിൽ വെച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന 28-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സപ്താഹ മഹോത്സവമാണ് നടക്കുന്നത്. സ്വാമിജി നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര കലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിറസദ്യ പോലെയാണ് ഞങ്ങളുടെ ഈ തവണത്തെ സപ്താഹം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സ്വാമിജി നേരത്തെ പറഞ്ഞല്ലോ, ഭാരത സംസ്കൃതിയിൽ മാത്രമല്ല അദ്ദേഹം ക്ഷേത്ര കലകൾ നാം കാണുമ്പോഴും ആസ്വദിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഞങ്ങൾ നെഞ്ചോടേറ്റുകയാണ്. പുതിയ തലമുറയെ എത്തിക്കുന്നതിനും ഇത് ഈ സപ്താഹം പോലെയുള്ള ഇതുപോലുള്ള ആ ചടങ്ങുകൾ ഇന്ന് പുതിയ തലമുറയ്ക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, പുതിയ തലമുറകളൊന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ക്ഷേത്രകലകളൊക്കെ തന്നെ പകർന്നാട്ടം എന്ന് പേര് കൊടുത്തുകൊണ്ട് പൈതൃകം ക്ഷേത്ര കലകൾ മാത്രം പൈതൃകം കലാക്ഷേത്രയുണ്ട്. ആ കലാക്ഷേത്ര പുതിയ കുട്ടികളിലേക്ക് പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പകർന്നാട്ടം എന്ന് പേര് കൊടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ ക്ഷേത്രകലകളൊക്കെ അത്തരത്തിൽ ഞങ്ങൾ എത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗം കൂടിയാണ്. ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സപ്താഹ ദിവസം ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് ഓരോ ദിവസവും അതുപോലുള്ള വ്യത്യസ്തമായ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ഞങ്ങൾ സപ്താഹം ഞങ്ങൾ നിയന്ത്രിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സപ്താഹം 25-ാം തീയതിയാണ്. അപ്പോൾ ഈ പാലക്കാടുള്ള എല്ലാ സഹോദരരെയും ഗുരുവായൂർ ഗുരുഭവനപുരിയിലേക്ക് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും വളരെ സ്നേഹത്തോടെ നെഞ്ചോടേക്ക് വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് സ്വാമിജിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഡൈവേർഷൻ നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചു. ഭാരതീയ സംസ്കൃതിയെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു വലിയ മുഖ്യധാരയിൽ നിൽക്കുന്ന സ്വാമിജിയെ നമുക്കങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാമിജിക്ക് പൈതൃകത്തിൻ്റെ ഒരു ചെറിയ സ്നേഹോപകാരം കൂടി ഇവിടെ തരികയാണ്. അതിനുശേഷം ഒരു ആദരവാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പൈതൃകത്തിൻ്റെ സപ്താഹത്തിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും സീനിയറായ ദിവാകരേട്ടൻ സ്വാമിജിയെ ഒന്ന് ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സപ്താഹത്തിൻ്റെ ഒരു ബ്രോഷർ എന്നിവിടെ ഈ ക്ഷേത്രസന്നിധിയിൽ പ്രചരിക്കും.
ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ആ ഉദ്ഘാടനത്തിന് വേണ്ടി സ്വാമിജിയെ പ്രൊഫഷർ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹിയായ ശശി സാർ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട സെക്രട്ടറി സ്നേഹത്തോടെ ക്ഷണിക്കാനെ സ്വീകരിക്കുകയും ഒന്നിച്ച് സ്വീകരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ രണ്ടാമത്തെ വർഷം നമ്മൾ നടത്തുന്ന പൈതൃക ഭാഗവത സപ്താഹയജ്ഞം ഏപ്രിൽ 21 മുതൽ ആരംഭിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ നല്ലവരായ സജ്ജനങ്ങളെയും ഞങ്ങൾ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാത്രമല്ല സ്വാമിയുടെ ആ പ്രഭാഷണങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ കലാപരിപാടികളിലും നിങ്ങളെല്ലാവരും പങ്കുകൊള്ളണമെന്നും പൈതൃകത്തിന് ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ, ദേവിയുടെ കടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.